ഷർട്ടും ഇട്ട് ഈ റൂമിൽ എന്നെ കാണുമ്പോ വല്യൂഞ്ഞ എന്തായാലും ഒന്ന് അമ്പരക്കും. ഒന്ന് വീഡിയോ കോൾ ചെയ്യാം. ഇപ്പൊ കാണാം. കല്യാണി വീഡിയോ കോൾ ചെയ്യാണല്ലോ. ആനന്ദ്, ഫോൺ എടുക്ക്. ആരാ? കല്യാണിയാ. സാധാരണ കല്യാണിയുടെ ഫോൺ വരാൻ നോമ്പ് നോക്കിയിരിക്കുന്ന ആളാണല്ലോ. ഇപ്പൊ ഫോൺ വന്നിട്ടും എടുക്കാൻ വയ്യേ. കൊള്ളാം, നന്നായി. എടാ, തലയിൽ ഈ ബാൻഡേജും വെച്ച് വീഡിയോ കോൾ ചെയ്താ സംഗതി ശിക്ഷയായിരിക്കും. ഓ, നാളെ തൃച്ചംബരം മുഴുവൻ ഇവിടെ കാണും. ഓ, അത് ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്, വീഡിയോ കോൾ കട്ട് ചെയ്തിട്ട് വോയിസ് കോൾ ചെയ്യും. അല്ലെങ്കിൽ അതിലും പ്രശ്നമാവും. വല്യൂഞ്ഞ വീഡിയോ കോൾ കട്ട് ചെയ്തൂലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ വല്ല മീറ്റിംഗിലും ആയിരിക്കോ? എന്താ ഇപ്പൊ ഒരു വഴി? കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇതെന്തു പറ്റി? വീഡിയോ കോൾ കട്ട് ചെയ്തിട്ട് വോയിസ് കോൾ വിളിക്കുന്നു. ശരി, ഏതായാലും നോക്കാം. വല്യൂഞ്ഞേ, എന്തിനാ ഞാൻ വീഡിയോ കോൾ വിളിച്ചപ്പോ കട്ട് ചെയ്തേ? അത് കല്യാണി, ഇവിടെ നെറ്റ് റേഞ്ച് കിട്ടുന്നില്ല. അതാ ഞാൻ ഈ കോൾ ചെയ്തത്. അല്ല, വീഡിയോ കോൾ ആണെങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തന്നേനെ. വല്യൂഞ്ഞിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു സർപ്രൈസ്. സർപ്രൈസോ? അതെന്താ? അതങ്ങനെ പറയാനൊന്നും പറ്റില്ല. വീഡിയോ കോൾ വന്നാ കാണിച്ചു തരാം. ശരി, ഞാനൊന്ന് നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും നെറ്റ് സിഗ്നൽ കിട്ടുമെന്ന്. ഫോൺ കട്ട് ചെയ്തോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. വല്യൂഞ്ഞെ, പെട്ടെന്ന് വേണം. അഖിലാമ്മയുടെ തിരക്ക് മുൻപേ പോണം. ശരി ശരി, ഇപ്പൊ വിളിക്കാം. ഓക്കെ. എന്തുപറ്റി ആനന്ദേ? കല്യാണി എന്ത് പറഞ്ഞു? വീഡിയോ കോൾ ചെയ്ത് ഒരു സർപ്രൈസ് തരാന്ന് പറഞ്ഞു. എന്ത് സർപ്രൈസ്? അതറിയില്ല. അറിയാനൊന്നുമില്ല. വല്ല ചേനത്തോരൻ വെക്കുന്ന വിധം അങ്ങനെ കാണിച്ചു തരാനായിരിക്കും. അതായിരിക്കും കല്യാണിയുടെ സർപ്രൈസ്. ഏയ്, അതൊന്നും ആയിരിക്കില്ല. നീ ആദ്യം ഈ തലയിലെ ബാൻഡേജ് ഒന്ന് മറയ്ക്കാനുള്ള മാർഗം പറഞ്ഞ. അതിപ്പോ കിട്ടിപ്പോയി. നിനക്കിപ്പോ ബാൻഡേജ് കാണാതെ ഫോൺ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ദാ വരുന്നു. സുബ്രു, പോകുന്നൊക്കെ കൊള്ളാം. അന്നത്തെ പോലെ അടിയും വാങ്ങിച്ചോണ്ട് വന്നേക്കരുത്. അതന്ന്, ഇതിപ്പോ വിടുമച്ചു. ഹായ്.
കല്യാണി, സത്യത്തിൽ ഇതെന്നെ ഞെട്ടിച്ചു കളഞ്ഞൊരു സർപ്രൈസ് ആയി പോയി. അല്ല, നിനക്ക് ഇതിനൊക്കെ എങ്ങനെ ധൈര്യം വന്നു ഞാൻ ആലോചിക്കുന്നേ. സമ്മതിച്ചിരിക്കുന്നു. ആനന്ദിന്റെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ. അയ്യോ എന്റെ ദൈവമേ, എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഈ അടുക്കളക്കാരി ആനന്ദിന്റെ മുറി കയറി അവന്റെ ഷർട്ടും ഇട്ട് മൊബൈൽ ചാറ്റിംഗ് നടത്തുന്നേ. കാണിച്ചു തരാൻ ഞാൻ. ഇന്നത്തോടെ തീരും നിന്റെ വീഡിയോ ചാറ്റിംഗ്. ഇത്രയും നാളും നീ എല്ലാവരെയും പറ്റിച്ചു കഴിഞ്ഞുകൂടി. പക്ഷെ ഇതില് നിനക്ക് പിടിവീഴും. ഇപ്പൊ നിന്നെ പൂട്ടിയിട്ടിരിക്കുന്നതേ വെറും പൂട്ടല്ല, നല്ല ഒന്നാന്തരം മണിച്ചിത്ര താഴിട്ട. ഓക്കെ, സാധാരണ ഏത് സമയത്തും കുറച്ച് ഫയലുകളും ലാപ്ടോപ്പും താങ്ങി പിടിച്ച് സെറ്റിയിലിരിക്കുന്ന ഭൂതത്തെ ഇന്ന് കാണുന്നില്ലല്ലോ. എവിടെ പോയി കിടക്കുന്നു? എന്തു പറ്റിയ ആന്റി? മായാവിയിലെ ഡാഗിനി വല്യമ്മ ഇരിക്കുന്ന പോലുണ്ടല്ലോ. ഡാഗിനി വല്യമ്മ നിന്റെ ഇടി. ആ അടുക്കളക്കാരിക്ക് ഇന്ന് പാൽപായസത്തിലാ പണി കിട്ടാൻ പോകുന്നേ. അവളെ ഞാനൊരു മുറിയിലിട്ട് പൂട്ടിയിരിക്കുക. പൂട്ടിയെന്നോ? ആ അതെ. മാഡം, മാഡം, അഖില മാഡം ഇല്ലേ ഇവിടെ? ആ ഉണ്ടല്ലോ, ഇരുന്നാട്ടെ. ജയന്തി, പെട്ടെന്ന് പോയി വിളിച്ചിട്ട് വാ. ശരി ആന്റി. നമസ്കാരം മാഡം. നമസ്കാരം സാർ. നമസ്കാരം. ഇരുന്നട്ടെ. ഫോട്ടോ പെൻഡ്രൈവിലാണോ അതോ ഫോട്ടോ ആയിട്ടാണോ കൊണ്ടുവന്നിരിക്കുന്നത്? രണ്ടും ഉണ്ട് സാർ. എന്നാൽ ആ ഫോട്ടോകളൊന്ന് കാണട്ടെ. ഓ, ഫോട്ടോസ് ഇതിലുണ്ട് സാർ. ഈ കുട്ടി കൊള്ളാം അല്ലേ കൃഷ്ണേട്ടാ? നല്ല മുഖൈശ്വര്യം. എങ്ങനെയെങ്കിലും അഖിലയെ ആനന്ദിന്റെ മുറിയിൽ എത്തിച്ച് കല്യാണിയെ കയ്യോട് പിടിപ്പിക്കണം. ഈ ചാൻസ് മിസ്സാക്കിയാ പിന്നെ ഇങ്ങനൊരു ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. വലിയ മതി, എന്നെ മാഡം അവിടെ തിരക്കുന്നുണ്ടാവും. ഞാൻ വെക്കുക. ഏയ് വേണ്ട 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 വേണ്ട, കുറച്ചു നേരം കൂടെ സംസാരിക്കും. ദേ, നിന്റെ കെട്ടിയോനാ പറയുന്നേ. ശരി.
അഖിലേ, ഈ പെൺകുട്ടി എങ്ങനെയുണ്ട്? ആ ഇത് കൊള്ളാം, ആനന്ദിന് ചേരും. ചേട്ടാ, ആ പെണ്ണിനെ നോക്കി ഇഷ്ടപ്പെടുന്നതിന് മുൻപ് ജാതക പൊരുത്തം ഉണ്ടോന്ന് നോക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു ശരി. ആ വിലാസിന് മാഡം പറഞ്ഞതിലും കാര്യമുണ്ട് മാഡം. പയ്യന്റെ ജാതകം തന്നിരുന്നെങ്കിൽ ഞാനതൊന്ന് വായിച്ചു നോക്കി പൊരുത്തമുള്ള പെൺകുട്ടികളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും തരാമായിരുന്നു. ഓ അതെ അഖില, അതാ നല്ലതെന്നാ എനിക്കും തോന്നുന്നു. ആ ജയന്തി, ശിവരാമേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ആനന്ദിന്റെ മുറി ചെന്ന് ആനന്ദിന്റെ ജാതകം എടുത്തോണ്ട് വന്നേ. ജാതകം എവിടെയാ ആന്റി ഇരിക്കുന്നേ? ഇനി നിനക്ക് വന്ന് തൊട്ട് കാണിച്ചു തരണോ? ആനന്ദിന്റെ മുറി ചെന്ന് മേശയിലോ കബോർഡിലോ എങ്ങനെ നോക്ക്. ചെല്ലേ. ശരി ആന്റി. വേണ്ട, ഞാനെടുത്തോണ്ട് വരാം. അങ്ങനെ പറ, ഇതല്ലേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ചെല്ല്. അവിടെ ചെല്ലുമ്പോഴറിയാം ഇത്ര നാളും പാല് കൊടുത്തു വളർത്തിയത് വിഷപ്പാമ്പിനായിരുന്നെന്ന്. കല്യാണി, അമ്മ എന്റെ മുറിയിലേക്ക് വരുന്നെന്ന് തോന്നുന്നു. നീ ഒന്ന് സൂക്ഷിച്ചോ. ആ നമസ്കാരമുണ്ട്. ആ ഞാൻ മെസ്സേജ് പാത്ത്. എനിക്ക് പേടിയാവുന്നു. ഏയ്, നിന്റെ പുറകിലൂടെ അമ്മ വരുന്നത് ഞാൻ സ്ക്രീനിൽ കണ്ടു. அந்த டேட்ல நான் இருப்பேனே இல்லைன்னு தெரியல. இருந்தா கண்டிப்பா வந்துடுறேன். നീ പേടിക്കണ്ട, ഞാനില്ലേ. നീ ഫോൺ വെക്ക, ഞാൻ തിരികെ വിളിക്കാം. எப்படி இருந்தாலும் உங்களுக்கு ஹாப்பி பர்த்டே இன் அட்வான்ஸ். ഓ കം ഓൺ. சரி, தேங்க்யூ தேங்க்யூ. ആനന്ദാണല്ലോ. ആ ആനന്ദ മോനെ പറ. അമ്മേ, ഞാനിപ്പോ ഒരു കൊട്ടേഷൻ അങ്ങോട്ട് മെയിൽ ചെയ്തിട്ടുണ്ട്. വളരെ അർജന്റ്. അമ്മ നോക്കിയിട്ട് ഓക്കെ പറഞ്ഞാലേ അടുത്ത നടപടി ചെയ്യാൻ പറ്റൂ. അത്രയ്ക്ക് അർജന്റ് ആണോ മോനെ? അതെ അമ്മേ, അർജന്റ്. ഞാനിപ്പോ നിന്റെ ജാതകം എടുക്കാൻ മുറിയിലേക്ക് വന്നതാ. അത് എടുത്തിട്ട് പോയി എന്റെ റൂമിലിരിക്കുന്ന ലാപ്ടോപ്പില് മെയിൽ ചെക്ക് ചെയ്തിട്ട് മറുപടി തന്നാ പോരെ? അത് പോരമ്മേ. മാത്രമല്ല, ജാതകം എന്റെ മുറിയിലല്ല, അത് ലാപ്ടോപ്പില്. ആ അതും കൂടി ഞാൻ അമ്മയ്ക്ക് മെയിൽ ചെയ്തേക്കാം. ആ ശരി, എന്നാ അങ്ങനെ ആവട്ടെ. ഞാൻ മെയിൽ ചെക്ക് ചെയ്തിട്ട് വിളിക്കാം. ഓ ശരി അമ്മേ. ഓക്കെ മോനെ, ബൈ. ഹലോ. കല്യാണി, ഇനി പേടിക്കാനൊന്നുമില്ല. അമ്മ പോയി. നീ പുറത്തേക്ക് ഇറങ്ങിക്കോ. ശരി വലിയ. ആനന്ദിന്റെ മുറിയില് ജാതകം ഇല്ല. അതവന്റെ ലാപ്ടോപ്പിലാ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം ജയന്തി. എന്താ ആന്റി? നീ ആദ്യം ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി കാപ്പി കൊടുക്കാൻ സുജാതയോട് പറയും. ആ അപ്പോഴേക്കും ജാതകത്തിന്റെ കോപ്പി ഞാൻ എന്റെ മുറിയിലുണ്ടോന്ന് നോക്കട്ടെ. കൃഷ്ണേട്ടാ. വാ ചേട്ടാ, നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. ശരി ശരി.
പെട്ടെന്ന് വാ ചേട്ടാ. ചേടാ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ജാതകം എടുക്കാൻ പോയ അഖില അവളെ കണ്ടില്ലേ ഇപ്പോ? അയ്യോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഛേ. ഇവക്കത് നിന്ന നിപ്പില് മറയാനുള്ള മന്ത്രം അറിയാവോ? ഇവളിത് ആരപ്പ? മായാ മോഹിനിയോ? പക്ഷെ ഇതെന്തൊരു കഷ്ടം. അവൾ അവിടുന്ന് ഈ മുറിയിൽ കെട്ടുമറയ്ക്കാൻ ഐഡിയയുമായി വരാമെന്ന് പറഞ്ഞു പോയതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ലോ. മച്ചു ആ കൊള്ളാം. ഇപ്പൊ ഐഡിയ ആയിട്ട് വരാന്ന് പറഞ്ഞ പോയ ആളാണോ ഇത്? ബെസ്റ്റ്. നിനക്ക് കല്യാണിയോട് വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയ സാധനം ഹെൽമെറ്റ് ആണെന്ന് തോന്നി. ഹെൽമെറ്റ് എടുക്കാൻ പോയതാ. എന്നിട്ട് कर रहा है? तेरा हेलमेट है? गाड़ी तुम्हारा है? 5 मिनट. हेलमेट चोरी कर रहा है क्या? अबे ओए, हेलमेट चोरी कर रहा है? आजा. अबे चोर. ए जल्दी आना. पकड़ साले. അയ്യോ കള്ളനല്ല. നിന്റെ പ്രേമത്തിന് വേണ്ടി അടി വാങ്ങിച്ചോണ്ട് വന്നപ്പോ ചിരിക്കുന്നോടാ. ചതിയ, വഞ്ചക, ദുഷ്ട.